ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന് പല പ്രതീകങ്ങൾ നൽകപ്പെട്ടതായി നമുക്ക് കാണാം. അദൃശ്യനായ ആത്മാവിന്റെ സ്വഭാവത്തെയും പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുവാൻ അവ സഹായകരമാണ്. അവയിൽ ഒന്നാണ് നദി അല്ലെങ്കിൽ പ്രവാഹം. കർത്താവ് തന്നെ ആ പ്രതീകം ഉപയോഗിച്ചതായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ കാണാം. പരിശുദ്ധാത്മാവ് നദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്, പരിശുദ്ധാത്മാവ് നമ്മെ സന്തോഷിപ്പിക്കുന്നു. 46-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരമായ നമ്മെ സന്തോഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നാം ദിവ്യമായ സന്തോഷത്തിന്റെ അനുഭൂതിയിലാകുന്നു. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ എന്ന് വായിക്കുന്നു. ഇന്ന് മനുഷ്യൻ നശ്വരമായ സന്തോഷത്തിനു വേണ്ടി ബന്ധപ്പെടുന്നു. മദ്യവും മയക്കുമരുന്നും രതിക്രീഡകളും മറ്റും അതിനെ ഉപാധികളായി കണ്ടെത്തുകയും ഒടുവിൽ നിരാശയിലും ശൂന്യതാബോധത്തിലും കുടുങ്ങി ജീവിതം തന്നെ ത്യജിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം തരുന്ന സന്തോഷം നിത്യമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം. പരിശുദ്ധാത്മാവിന്റെ 9 ഫലത്തിൽ ഒന്ന് സന്തോഷമാണ്. ഫിലിപ്പിയ ലേഖനം 4-4 പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുന്ന വ്യക്തിക്ക് മാത്രമേ എപ്പോഴും ദൈവിക സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകി ചാവുകടലിൽ പതിക്കുമ്പോൾ രാസപദാർത്ഥങ്ങളുടെ ലായനി നിറഞ്ഞ അതിലെ വെള്ളം നദീ പ്രവാഹത്താൽ സ്വച്ഛമായി തീരുന്നത് എസ്കേൽ പ്രവാചകൻ ദർശനം കാണുന്നു. അതുപോലെ മലിനപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രവാഹം കടന്നു വരുവാൻ അനുവദിച്ചാൽ അത് സകല മാലിന്യങ്ങളെയും തുടച്ച് വെടിപ്പാക്കും. 1 കൊരിന്ത്യർ 6:11 നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം അത് നമ്മെ ജീവനും ചൈതന്യവും ഉള്ളവരാക്കി തീർക്കുന്നു എന്നതാണ്. അത് ഉണങ്ങിയ അസ്ഥികളെ ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിക്കുന്നു. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു, വീരുകൾക്ക് ധൈര്യം നൽകുന്നു. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കുമെന്ന് എസ്കേൽ പ്രവചനം 47:9 പറയുന്നു. ആത്മാവിന്റെ മരണകരമായ അവസ്ഥയിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ രക്തസാക്ഷികളായത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ഒരിക്കൽ പ്രാപിച്ച ഈ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കാതെ, പാപം ചെയ്ത് ഹൃദയത്തിൽ നിന്നും ഇറക്കി വിടാതെ അനുദിനം ജ്വലിപ്പിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മിൽ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ കൊണ്ട് നിറഞ്ഞു. ആത്മീയ മക്കളായി ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.